അടിച്ചു പൊളിക്കാം, ക്രിസ്മസ് അടിച്ചു പൊളിക്കാം, എല്ലാം എന്റർടൈനർ. ലാലേട്ടനൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ സിനിമയ്ക്ക് ഒരു ഹൈപ്പിന് വേണ്ടി മാത്രം ആക്കിയ ലോജിക്കില്ല എന്നുള്ള രീതി അക്സെപ്റ്റ് ചെയ്തോന്ന് കണ്ടാൽ എൻജോയ് ചെയ്യാൻ വരുന്ന പടം തന്നെ. നല്ല പടമായിരുന്നു. കത്തിച്ചത് അടിപൊളി അടിപൊളി അടിപൊളി. ദിലീപേട്ടന്റെ തിരിച്ചറിവ്, ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തൂക്കിയിട്ടുണ്ട്. എല്ലാം ലോജിക്കൊന്നും നോക്കണ്ട, എന്റർടൈനർ, അന്യായ വൈബ് പടം കൊളുത്തി. അതായത് അടിച്ചു പൊളിക്കാം, ക്രിസ്മസ് അടിച്ചു പൊളിക്കാം, എല്ലാം എന്റർടൈനർ. ദിലീപിന്റെ കംബാക്ക്, ദിലീപ് ഇന്ത്യയിൽ ദിലീപേട്ട താർത്തിട്ടുണ്ട്, സൂപ്പർ. ലോജിക്കായിട്ടില്ല, അല്ലാതെ കൊള്ളാം. മോഹൻലാലിന്റെ അടിപൊളി എൻട്രി തന്നെ. ഏതാ നല്ല രീതിയിൽ പോയിട്ടുണ്ട്, നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട്. ലാലേട്ടൻ്റെ തൂക്കി നല്ല എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പ്രശ്നമാണ്, ഒരു ആവറേജ്, ബിലോ ആവറേജ്. പാട്ട് കേട്ട് പടം കാണാതിരിക്കലും എല്ലാവരും പോയി കാണണം. കിടിലം പടമാണ്, സെറ്റ്. വലിയ രസം മൊത്തത്തിൽ വലിയ രസമൊന്നുമില്ലായിരുന്നു. നമുക്കാർക്കും ഒരാളത് ഇഷ്ടപ്പെട്ടില്ല പോയി കാണണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. ചില ഓരോരുത്തരുടെ പേഴ്സണലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ലാലേട്ടനൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ ഒരു എന്താ പറയുക, പുള്ളിയെ സിനിമയ്ക്ക് ഒരു ഹൈപ്പിന് വേണ്ടി മാത്രം ആക്കിയതാണ്. കാര്യം പുള്ളിയുടെ റോള് പുള്ളിയൊന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലാത്ത റോളായിപ്പോയി. കഥയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള റോളൊന്നുമില്ല. കാര്യം ലാസ്റ്റ് സീനിലേക്ക് എത്തിയപ്പോൾ ലാലേട്ടൻ്റെ സെക്കൻഡ് എൻട്രിയിൽ നിന്ന് തിയേറ്റർ നിശബ്ദമായിരുന്നു. കാര്യം വലിയ രസമില്ല, പ്രതീക്ഷ അത്ര കിട്ടിയില്ല. കൊള്ളത്തില്ല. റിയാസ് ഖാൻ കൊള്ളാം, കിട്ടില്ല. ലോജിക്കില്ല എന്നുള്ള രീതി അക്സെപ്റ്റ് ചെയ്തോന്ന് കണ്ടാൽ എൻജോയ് ചെയ്യാൻ വരുന്ന പടം തന്നെ. ലോജിക്ക് വെച്ച് കാണണ്ട എന്നുവെച്ചാൽ കുഴപ്പമില്ല, എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ലോജിക്ക് നോക്കണ്ട, അതേ ഉള്ളൂ. പ്രതീക്ഷിച്ച് രീതി ഒന്നുമില്ല, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. ജസ്റ്റ് വൺ ടൈം വാച്ച്. ഫാൻസിനെന്ന് വെച്ചാൽ മോഹൻലാൽ ദിലീപ് ഒരു കോംബോ ജസ്റ്റ് ഒരു ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ അത്രയും വന്നിട്ടില്ല. ലോജിക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ലോജിക്ക് ഇല്ലാതെ ഒന്ന് കണ്ടാൽ എൻജോയ് ചെയ്യാൻ പറ്റും, അതേ ഉള്ളൂ. പക്ക ത്രില്ലർ, സൂപ്പർ. സെക്കൻഡ് ഹാഫ് മോഹൻലാൽ ആയി കൊള്ളാം.